ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെഡി ടു വെയർ സാരി എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓഫീസിൽ പോകുന്നവർക്കും ടീച്ചേഴ്സിനുമൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാരിയാണിത്. നമ്മൾ ഏറ്റവും ആദ്യം മുന്താണിയുടെ പോർഷനിൽ നിന്നാണ് അളവെടുക്കേണ്ടത്. ഇതുപോലെ മുന്താണിയുടെ മുകൾ ഭാഗത്ത് നിന്നും 2.25 ഇഞ്ച് അളന്നെടുക്കേണ്ടതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. എന്നുവെച്ചാൽ ഓഫീസിൽ പോകുന്നവരും ടീച്ചേഴ്സിനും ഒക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു സാരിയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ 2.25 മീറ്റർ ആകുമ്പോഴത്തേക്കും ഒരു ചോക്ക് എടുത്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ പ്ലീറ്റ്സാണ് ഇടുന്നത്. ഇനി മുന്താണിയുടെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്ലീറ്റ്സ് ഇടുക. പ്ലീറ്റ്സ് ഇടാനായിട്ട് ഈ മുന്താണിയുടെ അവിടെ അടയാളപ്പെടുത്തിയതിൽ നിന്നും 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. 6 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. അതിനുശേഷമാണ് നമ്മൾ ഈ 6 ഇഞ്ച് വെച്ചാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ പോകുന്നത്. 6 പ്ലീറ്റ്സ് നമ്മളിടും. പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് മടക്കുക. എന്നിട്ട് അവിടുന്ന് തിരിച്ച് മടക്കുക. അപ്പോഴാണ് ഒരു പ്ലീറ്റ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ 6 പ്ലീറ്റ്സ് ഇടുക. ഇതുപോലെ 6 പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ പ്ലീറ്റ്സിൽ 2 സൈഡിലുമായിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ഒരറ്റത്ത് ഒരു പിന്ന് കുത്തുക. അതിനുശേഷം മറ്റേ അറ്റത്തും ഒരു പിന്ന് കുത്തി കൊടുക്കുക. അപ്പോഴാണ് പ്ലീറ്റ്സ് കറക്റ്റിന് ഇരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ 3 പിന്നാണ് ഇവിടെ കുത്താൻ പോകുന്നത്. ഇനി താഴ്വശത്തും പ്ലീറ്റ്സ് കറക്റ്റ് പിടിച്ചിട്ട് ഒരു പിന്നൂടെ നമ്മൾ കുത്തി കൊടുക്കും. ഇതുപോലെ പ്ലീറ്റ്സ് കറക്റ്റിന് പിടിച്ചതിന് ശേഷം ഒരു പിന്നൂടെ എടുത്ത് താഴെ നമ്മൾ കുത്തുന്നതായിരിക്കും. അപ്പോഴേ പ്ലീറ്റ്സ് നല്ല കറക്റ്റിന് ഇരിക്കുകയുള്ളൂ. മുറിവൊക്കെ വീണ് നല്ല കറക്റ്റിന് ഇരിക്കുകയുള്ളൂ. ഓൺലൈനായിട്ട് നമ്മൾ ഈ സാരി റെഡി ടു വെയർ ആക്കി കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആർക്കെങ്കിലും ഓൺലൈൻ വഴി സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഇതുപോലെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു പിന്ന് കുത്തുക. അതിനുശേഷം ബാലൻസ് ഉള്ള ഭാഗം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം മുകളിൽ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് നമ്മൾ മുറിച്ചെടുക്കുന്നതായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും നമ്മൾ പിന്ന് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കുറച്ചുകൂടി താഴേക്ക് പിൻ ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ്. ആ ഞൊറുവിൻ്റെ ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഇട്ട ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു പടി എടുക്കാനുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പടിക്ക് 60 ഇഞ്ച് നീളമുള്ളൊരു പടി എടുക്കുക. പടി എടുത്തതിന് ശേഷം സാരിയുടെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരറ്റത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അതിൻ്റെ മുകളിലേക്ക് പടി വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. പടി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 20 ഇഞ്ച് നീളം വരുമ്പോൾ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാനും നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. 20 ഇഞ്ച് നീളം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. പ്ലീറ്റ്സ് ഇടേണ്ടതാണ്. പ്ലീറ്റ്സ് ഇട്ട് ഒരു 38-40 ഇഞ്ച് വരെ പ്ലീറ്റ്സ് ഇടും. ഇതുപോലെ 40 വരെ പ്ലീറ്റ്സ് ഇടുക. ബാലൻസ് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. അതിനുശേഷം ആ പിന്ന് 2 റിമൂവ് ചെയ്യുക. പിന്ന് 2 റിമൂവ് ചെയ്തിട്ട് നേരെ പിടിച്ച് ആ പ്ലീറ്റ്സിൻ്റെ മുകളിൽ കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റിൽ എൻഡിൽ വരുമ്പോൾ സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ആ മൂല നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ പടി വെച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് അവിടെ കെട്ടിട്ട് നിർത്തുക. അതിനുശേഷം പടിയെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി അടിക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നത്. റെഡി ടു വെയർ സാരിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇതിന് ഹുക്ക് പിടിപ്പിക്കുകയാണ്. ഫ്രീ സൈസിലാണ് ഞാൻ ഹുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്.
ഇതുപോലെ രണ്ട് സൈഡിലായിട്ടും കൊളുത്ത് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം അത് കൊളുത്താനുള്ള ഹുക്കും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രീ സൈസിലായതുകൊണ്ട് 3-4 സ്ഥലത്തായിട്ട് ഞാൻ ഹുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് റെഡി ടു വെയർ സാരി. ബൈ ബൈ.